Assalamu alaikum wa rahmatullahi wa barakatuhu. How are you all, my dear children? I hope all of you are fine and doing safe at home. So, in the last class, what did we learn? We learned about dancing dinosaurs. Alle? Yes. How did we make the dinosaur dance? Yeah, by switching costume. അല്ലേ? നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ എല്ലാത്തിനും മുമ്പേ നമുക്ക് ദുആ ചെയ്യാം. റബ്ബി യസ്സർ വലാ തുഅസ്സിർ വതമ്മിം ബിൽ ഖൈർ വബിക നസ്തഈനു യാ ഫത്താഹു റബ്ബി സിദ്നി ഇൽമാ റബ്ബി സിദ്നി ഇൽമാ റബ്ബി സിദ്നി ഇൽമാ. ഓക്കെ, എങ്ങനെയാണ് നമ്മൾ ഡാൻസിങ് ഡിനോസോർ ചെയ്തത്? ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? നമ്മളെപ്പോഴും പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ്ലി വെൻ flag clicked, this block is dragged. when flag clicked എന്ന് പറഞ്ഞ ബ്ലോക്കാണ് എന്ത് ചെയ്യുന്നത്? ഡ്രാഗ് ചെയ്ത് സ്ക്രിപ്റ്റ്സ് ഏരിയയിൽ കൊണ്ടുവയ്ക്കുന്നത് അല്ലേ? അപ്പോൾ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പം പ്രോഗ്രാം റൺ ആവാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ആദ്യം കൊണ്ട് വെച്ചു. പിന്നെ ഡൈനോസറിൻ്റെ കോസ്റ്റ്യൂം സ്വിച്ച് ചെയ്യണം. അതിന് സ്വിച്ച് കോസ്റ്റ്യൂം ടു ഡൈനോസർ 1C. സ്വിച്ച് കോസ്റ്റ്യൂം ടു ഡൈനോസർ 1C ഇത് എവിടെയാണ് ഉള്ളത്? ലുക്സ് എന്ന് പറയുന്ന ടാബിൽ സ്വിച്ച് കോസ്റ്റ്യൂം ടു എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. സ്വിച്ച് കോസ്റ്റ്യൂം ടു ഡൈനോസർ 1C. പിന്നെ വെയിറ്റ് ചെയ്യണം. എത്ര സെക്കൻഡ് വെയിറ്റ് ചെയ്യണം? ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്യാം നമുക്ക് അല്ലേ? വെയിറ്റ് ഫോർ 2 സെക്കൻഡ്സ്. ഈ വെയിറ്റ് ഫോർ 2 സെക്കൻഡ്സ് എവിടെ നിന്ന് കിട്ടും? കൺട്രോൾ ബ്ലോക്കിലുണ്ടാവും. ഏത് ബ്ലോക്കിലാ? കൺട്രോൾ ബ്ലോക്കിലുണ്ടാവും നമ്മുടെ വെയിറ്റ് 2 സെക്കൻഡിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ കൺട്രോൾ ബ്ലോക്കിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ നിന്ന് വെയിറ്റ് 2 സെക്കൻഡ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊണ്ടുവരിക. അപ്പോൾ സ്വിച്ച് കോസ്റ്റ്യൂം ടു ഡൈനോസർ 1C എന്ന് പറഞ്ഞാൽ ഡൈനോസർ വേറൊരു പോസിലോട്ട് സ്വിച്ച് ചെയ്യും. ആ പോസ് ഒരു 2 സെക്കൻഡ് നിർത്തും അല്ലേ? അതല്ലേ എൻ്റെ മീനിങ്? അതാണ്. ഇനി ആ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് അടുത്ത പോസിലോട്ട് ചേഞ്ച് ചെയ്യണം. അപ്പോൾ അഗെയിൻ സ്വിച്ച് കോസ്റ്റ്യൂം ടു വേറൊരു പോസ്. അതിൻ്റെ പേരെന്താണ്? അത് നമുക്ക് ആ പോസിൻ്റെ പിക്ചറിൽ ആ പേരെന്താണ്, ആ പേര് അതുപോലെ ഇവിടെ സെലക്ട് ചെയ്യാൻ കിട്ടും കേട്ടോ. അപ്പോൾ ഡൈനോസർ 1C ഒരു ലിസ്റ്റ് കാണും, അതിനകത്ത് നിന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ആ ലിസ്റ്റ് ഇവിടെയും കാണും, നമുക്കത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ഇവിടെ ഡൈനോസർ 1Dയും ഡൈനോസർ 1Cയും ഞാൻ ജസ്റ്റ് സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും. അവിടെ ഒരു ആരോ മാർക്ക് കണ്ടില്ലേ? ഇങ്ങനെ ഒരു ആരോ മാർക്ക് കാണാം നിങ്ങൾക്ക്. ഡൈനോസർ 1C കഴിഞ്ഞിട്ട് ഒരു ആരോ മാർക്ക് കാണാം. ദിസ് ഈസ് ദ ആരോ മാർക്ക് ഫോർ ഡ്രോപ്പ് ഡൗൺ. ഡ്രോപ്പ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? ഇവിടെ ക്ലിക്ക് ചെയ്താൽ when you click in this drop down there will be a list available. 1A dinosaur 1A, dinosaur 1B, 1C, 1D അങ്ങനെ. അപ്പോൾ എനിക്ക് dinosaur 1C ആണ്. I want to switch to dinosaur 1C. then just click on dinosaur 1C അല്ലേ? ഓക്കെ, dinosaur 1D. ഇനിയും വെയിറ്റ് ഫോർ 2 സെക്കൻഡ്സ് അല്ലേ? കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യണം. അടുത്ത പോസിലായി അല്ലേ? അടുത്ത ഡാൻസിങ് പോസിലായി. സോ അഗെയിൻ വെയിറ്റ് for 2 seconds അല്ലേ? അഗെയിൻ വെയിറ്റ് ഫോർ സം ടൈം, വെയിറ്റ് ഫോർ 2 സെക്കൻഡ്സ്. ഇത് 1 സെക്കൻഡ് ആവാം, 3 സെക്കൻഡ് ആവാം, നിങ്ങളുടെ ഇഷ്ടമാണ്. ഓക്കെ, ദെൻ അഗെയിൻ സ്വിച്ച് ടു അനദർ കോസ്റ്റ്യൂം. സെയിം സ്വിച്ച് കോസ്റ്റ്യൂം ടു ഡൈനോസർ 1E. ഓക്കെ, ഇങ്ങനെ 3 ഡൈനോസറിൻ്റെ രീതിയിൽ ഇങ്ങനെ മൂവ്മെൻറ്റ് നടത്തുമ്പോൾ വി വിൽ ഫീൽ ദാറ്റ് ദ ഡൈനോസർ ഈസ് ഡാൻസിങ് അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞ വട്ടം ഡൈനോസറിനെ ഡാൻസ് ചെയ്യിപ്പിച്ചത്. ഈ ഡൈനോസറിനെ ഡാൻസ് ചെയ്യിപ്പിച്ചതിന് ശേഷം നമുക്ക് വി ക്യാൻ ആഡ് സൗണ്ട് ടു ദ ഡൈനോസർ. വി ക്യാൻ ആഡ് സൗണ്ട് ടു ദ ഡൈനോസർ. അപ്പം ഹൗ ടു ആഡ് സൗണ്ട് ടു ദ ഡൈനോസർ, അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഫസ്റ്റ്ലി we can add sound to scratch projects by sound block. ഇവിടെ ഒരു ലുക്സ് കൺട്രോൾ എന്നൊക്കെ എഴുതിയേക്കുന്ന സ്ഥലത്തെ സൗണ്ട് എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ഉണ്ട്. ഓക്കെ, there is a block called sound block. in the sound block there will be many
ഡയലോഗ്സ് അവൈലബിൾ ലൈക്ക് ദിസ്. ഇതുപോലത്തെ കുറേ സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും. അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? സൗണ്ട് ആഡ് ചെയ്യാൻ പറ്റും. വേറെ ഏത് സ്ഥലമുണ്ട് സൗണ്ട് ആഡ് ചെയ്യാൻ? വി ക്യാൻ ആഡ് സൗണ്ട് ഓൾസോ ഫ്രം സ്ക്രിപ്റ്റ്സ്, കോസ്റ്റ്യൂം. സ്ക്രിപ്റ്റ്സ് ഏരിയയുടെ മുകളിൽ സ്ക്രിപ്റ്റ്, കോസ്റ്റ്യൂം, സൗണ്ട് എന്ന് പറഞ്ഞിട്ട് 3 ടാബ് ഉണ്ട്. അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് സൗണ്ട് സെലക്ട് ചെയ്യാം. ഫ്രം ദെയർ സൗണ്ട് സെലക്ട് ചെയ്തു. അവിടെ നിന്ന് സൗണ്ട് ലൈബ്രറി, അതായത് അവിടെ നിന്ന് സൗണ്ട് ലൈബ്രറി എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിനകത്ത് ഒരുപാട് സൗണ്ടുകൾ അവൈലബിൾ ആണ്. അവിടെ നിന്നൊരു സൗണ്ട് ലൈബ്രറിയിൽ നിന്ന് നമ്മളൊരു സൗണ്ട് പിക്ക് ചെയ്തു. ആ സൗണ്ടിനെ നമ്മളെടുത്ത് ഇപ്പോൾ ഒരു സൗണ്ടിൻ്റെ പേരാണ് ഡാൻസ് മാജിക്. ദാറ്റ് ഈസ് എ നെയിം ഓഫ് ദ സൗണ്ട്. ഓക്കെ, അതിനകത്ത് സൗണ്ട് ഡാൻസ് മാജിക് എന്നൊരു പേരിൽ ഒരു സൗണ്ടുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യുക? സൗണ്ട് ടാബിൽ നിന്ന് നമ്മളതെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡാൻസ് മാജിക് സെലക്ട് ചെയ്തിട്ട് ഓക്കെ അടിക്കുമ്പോൾ അത് ആഡാവും. അപ്പം ഈ സൗണ്ട് ഡാൻസ് മാജിക് എന്ന് പറയുന്ന സൗണ്ട് നമുക്ക് പ്ലേ ചെയ്ത് കേൾക്കാനും പറ്റും. ഇനി എന്ത് ചെയ്യുക? ഓക്കെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഡാൻസ് മാജിക് എന്ന് പറയുന്നത് എന്തായി? എവിടെ കയറി? നമ്മുടെ ലൈബ്രറിയിൽ നിന്ന് നമ്മുടെ വീണ്ടും ഡാൻസ് മാജിക് എന്ന് പറയുന്നത് നമ്മുടെ ഈ സൗണ്ട്സിൻ്റെ സ്ഥലത്തോട്ട് കയറിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യാമെന്നറിയാവോ? സെലക്ട് സൗണ്ട്സ് ബ്ലോക്ക്. ഈ സൗണ്ട് ബ്ലോക്ക് എടുക്കുക. അടുത്ത സ്റ്റെപ്പ് അതാണ്. ഈ സൗണ്ട് ബ്ലോക്ക് എടുക്കുക. ആദ്യം നമ്മൾ ടാബ് സൗണ്ട് ബ്ലോക്ക് എടുക്കുക. അതിനകത്ത് നിന്ന് ലൈബ്രറിയിൽ ഇഷ്ടംപോലെ സൗണ്ടുകളുണ്ട്. അതിനകത്ത് നിന്ന് ഒരു സൗണ്ട് എടുത്ത് ഞാൻ ഇവിടെ ആഡ് ചെയ്യുക. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ ആഡ് ചെയ്തത് ഏതാണ്? നമ്മുടെ ഡാൻസ് മാജിക് എന്ന് പേരുള്ള ഒരു സൗണ്ടാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യേണ്ടത് നമ്മുടെ സ്വന്തം സൗണ്ട് ബ്ലോക്ക്, ഒരു വയലറ്റ് കളർ ബ്ലോക്ക് കാണും. ഈ സൗണ്ട് ബ്ലോക്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പം അവിടെ നിന്ന് പ്ലേ സൗണ്ട് ഡാൻസ് മാജിക്കോ വേറെ എന്തെങ്കിലുമോ പ്ലേ സൗണ്ട് ഡാഷ് എന്ന് പറയുന്ന ഒരു വയലറ്റ് കളർ ബ്ലോക്ക് നമുക്ക് സെലക്ട് ചെയ്യാം. അത് നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഈ സ്ക്രിപ്റ്റ്സ് ടാബിൽ ഈ സൗണ്ടിൻ്റെ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പം ഇതുപോലെ ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ്സ് കാണും. അതിനകത്ത് നിന്ന് നമുക്ക് തിരഞ്ഞെടുക്കണം. വി ക്യാൻ സെലക്ട്. എന്താ സെലക്ട് ചെയ്യേണ്ടത്? പ്ലേ സൗണ്ട്. പ്ലേ സൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഡൈനോസറിൻ്റെ ഡാൻസിൻ്റെ ബാക്കിൽ ഒരു മ്യൂസിക് പ്ലേ ചെയ്യണം. ഇവിടെ ഏത് മ്യൂസിക്കാണ് പ്ലേ ചെയ്യേണ്ടത്? ഡാൻസ് മാജിക് എന്ന് പറയുന്ന പേരുള്ള മ്യൂസിക്. ഓക്കെ, പ്ലേ സൗണ്ട് ഡാൻസ് മാജിക്. എവിടെയാണത് പ്ലേസ് ചെയ്യുന്നത്? പ്ലേ സൗണ്ട് ഡാൻസ് മാജിക് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. പ്ലേ സൗണ്ട് ഡാൻസ് മാജിക്. ഇതാണ് എൻ്റെ ഡാഷിൽ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഈ ഒരു ബ്ലോക്കാണ് എനിക്ക് വേണ്ടത്. പ്ലേ സൗണ്ട് ഡാൻസ് മാജിക്. ഇത് ഞാൻ എവിടെ പ്ലേസ് ചെയ്യണം? ഒന്ന് നോക്കിക്കേ. നിങ്ങൾ ഏത് സ്ഥലത്തായിരിക്കും ഇത് പ്ലേസ് ചെയ്യുന്നത്? ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുക, കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, വീണ്ടും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, വീണ്ടും കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യുക. അങ്ങനെയാണ് കൊടുത്തേക്കുന്നത് അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ കൊടുത്തെന്ന് വിചാരിച്ചു. ഏറ്റവും ലാസ്റ്റിലാണ് ഞാൻ പ്ലേ സൗണ്ട് ഡാൻസ് മാജിക് എന്ന് പറയും കൊടുത്തെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം എങ്ങനെ സംഭവിക്കും. തുടക്കം ഫ്ലാഗ് ക്ലിക്ക് ചെയ്യും. ഡൈനോസർ ഒരു പോസിൽ നിൽക്കും. ആഫ്റ്റർ 2 സെക്കൻഡ് ഡൈനോസർ അടുത്ത പോസിൽ പോവും. ആഫ്റ്റർ 2 സെക്കൻഡ് വീണ്ടും ഡൈനോസർ അടുത്ത പോസിൽ പോവും. അത് കഴിയുമ്പം ഇവിടെ അല്ലേ ഞാൻ പ്ലേ സൗണ്ട് ഡാൻസ് മാജിക് വെക്കുന്നത്. അവിടെ വയ്ക്കുമ്പോൾ എന്താ? എല്ലാ ഡാൻസും കഴിയുമ്പോഴായിരിക്കും മ്യൂസിക് ഉണ്ടാവുന്നത് അല്ലേ? സോ വാട്ട് ഷുഡ് ഹാപ്പൻ? ആക്ച്വലി മ്യൂസിക് ഫസ്റ്റിലേ കൊടുക്കണം, പിന്നെ സ്വിച്ച് കോസ്റ്റ്യൂം കൊടുക്കണം. എന്നാലല്ലേ മ്യൂസിക്കിനനുസരിച്ച് ഡാൻസ് കളിക്കുന്നതായിട്ട് തോന്നത്തുള്ളൂ. യെസ്, സോ ഗീവ് ദ മ്യൂസിക് ഫസ്റ്റ്. അപ്പം ഞാൻ ആദ്യം മ്യൂസിക് എവിടെ കൊടുക്കാൻ പോകുമെന്നറിയാവോ? ആഫ്റ്റർ വെൻ ഫ്ലാഗ് ഈസ് ക്ലിക്ക്ഡ്. ഈ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറഞ്ഞില്ലേ, അതിന് ശേഷം ഞാൻ എൻ്റെ മ്യൂസിക് കൊടുക്കാൻ പോവുക. പ്ലേ സൗണ്ട് ഡാൻസ് മാജിക്. പ്ലേ സൗണ്ട് ഡാൻസ് മാജിക്. ഓക്കെ, വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് ആദ്യം. ഫ്ലാഗ് ക്ലിക്ക്ഡ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുന്നത് വരണം, പിന്നെ പ്ലേ സൗണ്ട് വരണം. അപ്പോൾ സൗണ്ട് പ്ലേ ചെയ്യാൻ തുടങ്ങും. പിന്നെ ഓരോ കോസ്റ്റ്യൂംസ് ഇങ്ങനെ മാറ്റി 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 കൊടുക്കുക. അപ്പം ഡാൻസ് ചെയ്യും വിത്ത് മ്യൂസിക്. അതാണ് ആ സ്റ്റേജിൽ സംഭവിക്കുക. ദ ഡൈനോസർ വിൽ ഡാൻസ് അക്കോർഡിംഗ് ടു ദ music. That will happen when we run this program or run this
code. Okay, but this happens when we add sound to the സ്ക്രിപ്റ്റ്. ഓക്കെ, ഇനി റിപ്പീറ്റ് ബ്ലോക്ക് ആഡ് ചെയ്യുന്നതാണ് നമ്മൾ ഇനി അടുത്ത പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇതെന്ത് ചെയ്യാം, ഒന്ന് റിവൈസ് ചെയ്യാം, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ റിപ്പീറ്റ് ബ്ലോക്കിനെ കുറിച്ച് പഠിക്കാം. ഇതിലെന്താണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്? വൈ ഈസ് വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് യൂസ്ഡ്? പറഞ്ഞേ, എന്തിനാണ് നമ്മൾ വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് യൂസ് എന്ന് പറയുന്ന സാധനം യൂസ് ചെയ്യുന്നത്? അതെവിടെ ഉള്ളതാ? കൺട്രോളിലുള്ളതാണ് കേട്ടോ. കൺട്രോളിലാണ് ഈ വെൻ ഫ്ലാഗ്, ഇവൻസിലുള്ളതാണ് വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എന്ന് പറയുന്ന ബ്ലോക്ക്. യു ഹാവ് ദാറ്റ് ഇൻ ഇവൻറ്റ്സ് ബ്ലോക്ക്. ഇവൻറ്റ്സ് ഇതെവിടെയുള്ളത്? ഇവൻ്റ് ബ്ലോക്കിൽ. ഓക്കെ, ഇവൻ്റ് ബ്ലോക്കിൽ നിന്ന് വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ് എടുത്ത് ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്യുക. ഓക്കെ, ദെൻ പ്ലേ സൗണ്ട് ഡാൻസ് മാജിക്. ഈ ഡാൻസ് മാജിക് പ്ലേ സൗണ്ട് എങ്ങനെയാണ് ഡാൻസ് മാജിക് ഇവിടെ കൊണ്ടുവന്നത്? എങ്ങനെയാണ്? ഫസ്റ്റ്ലി ഗോ ടു ദ സൗണ്ട് ടാബ്. ഇൻ ദ സൗണ്ട് ടാബ് വി വിൽ ഹാവ് ഓപ്ഷൻസ് ലൈക്ക് റെക്കോർഡിംഗ് ആൻഡ് ആഡിങ് ഫ്രം ലൈബ്രറി, അല്ലേ? മൈക്രോഫോൺ വഴി റെക്കോർഡ് ചെയ്യാം, ആഡിങ് ഫ്രം ലൈബ്രറി എടുക്കാം. സോ ഐ ആം ആഡിങ് എ സൗണ്ട് ഫ്രം ലൈബ്രറി നൗ. അപ്പം ആഡ് സൗണ്ട് ഫ്രം ലൈബ്രറി, ചൂസ് എ ഫയൽ. Here I have chosen dance magic, then click OK, then the dance magic is added. Then I go to the sounds block. In the sounds block you will have play sound dash. The block will be available. Drag and drop play sound block to the code area, scripts area. Here you can see options ഫ്രം ദ കമ്പ്യൂട്ടർ. ഇപ്പം ഡാൻസ് മാജിക് ഞാൻ ആഡ് ചെയ്തു, അതുകൊണ്ട് ഡാൻസ് മാജിക് ഇവിടെ കാണാൻ പറ്റും, അല്ലേ? ഞാൻ ഡാൻസ് മാജിക് ഓൾറെഡി ആഡ് ചെയ്തു. നെക്സ്റ്റ്, ഫ്രം ദ ലുക്സ് ബ്ലോക്ക് യു ക്യാൻ സെലക്ട് സ്വിച്ച് കോസ്റ്റ്യൂം. അത് ഏത് കോസ്റ്റ്യൂം വേണമെന്ന് ആ ലിസ്റ്റിൽ കാണാൻ പറ്റും. ആ ലിസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് പോവാം. ഇതിൻ്റെ ഇടയ്ക്ക് from the control block you have to select wait 2 second. വെയിറ്റ് 2 സെക്കൻഡ് സെലക്ട് ചെയ്തേ പറ്റൂ, എന്നാലേ കറക്റ്റായിട്ട് ഡാൻസിങ് പ്രോഗ്രാം റൺ ചെയ്ത് വരത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ഒരു പോസ് തന്നെ നിൽക്കും. ഒരു പോസ് കഴിഞ്ഞ് വെയിറ്റ് 2 സെക്കൻഡ്, അടുത്ത പോസ്, അഗൈൻ വെയിറ്റ് 2 സെക്കൻഡ്, നെക്സ്റ്റ് കോസ്റ്റ്യൂം. അങ്ങനെ യു ഹാവ് ടു ഇൻസേർട്ട് വെയിറ്റ് 2 സെക്കൻഡ് ബ്ലോക്സ് ഇൻ ബിറ്റ്വീൻ. അപ്പോൾ ദീസ് ആർ ദ processes for coding the dancing dinosaur with music. അപ്പം ഇവൻ്റ് ബ്ലോക്കിൽ എന്ത് കാണാം? വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്. ലുക്സ് ബ്ലോക്കിൽ എന്ത് കാണാം? സ്വിച്ച് കോസ്റ്റ്യൂം. കൺട്രോൾ ബ്ലോക്കിൽ എന്ത് കാണാം? വെയിറ്റ് 2 സെക്കൻഡ്. ആൻഡ് സൗണ്ട് ബ്ലോക്കിൽ എന്ത് കാണാം? പ്ലേ സൗണ്ട് ഡാൻസ് മാജിക്. സോ എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ഐ എം ബിഡിങ് ഗുഡ് ബൈ ഫോർ നൗ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.